കേരള സ്റ്റോറി 2 ഇതാണ് ഇപ്പം മാധ്യമങ്ങളിൽ ഒരു പ്രധാന ചർച്ചാ വിഷയം. അതിൻ്റെ ട്രെയിലറാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു വലിയ വിവാദമായി മാറി. ഒരു പക്ഷേ ഈ ബീഫൊന്നും കഴിക്കാത്ത ഹിന്ദു മതത്തിൽപ്പെട്ട് ലവ് ജിഹാദിന് അടിമയായി ഇവരുടെ കൂട്ടത്തിൽ വന്നതായിരിക്കാം. അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടാവുമോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ട് വെറുപ്പ് പ്രചരിപ്പിക്കുന്നു. ഈ ട്രെയിലറിനെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ വരുന്നു. പിന്നെ ഇതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഇപ്പൊ കേസും വന്നിട്ടുണ്ടല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ. പല സ്ഥലത്തും നടന്നതായിട്ട് കാണാം. പക്ഷെ മധ്യപ്രദേശിലെ ഏറ്റവും ഒടുവിലെ ഒരു സംഭവം ഞാൻ പറയാം. ഇത് 2022 ഏപ്രിൽ വന്നൊരു സംഭവമാണ്. ആ നിർബന്ധിച്ച് ബീഫ് തീറ്റിച്ചൊരു സംഭവം പൂർണിമ എന്ന് പറഞ്ഞിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതി, 2 കുട്ടികളുടെ അമ്മ. ഇവരൊരു മുസ്ലിം യുവാവിൻ്റെ കൂടെ ഒരു കോളേജിൽ 2ാം വർഷ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബൈക്കിൽ ഇങ്ങനെ പുറകെ നടന്ന് പ്രണയത്തിലായി. ഇങ്ങനെ ലവ് ജിഹാദിൽ പെട്ടതാണ്. അപ്പൊ ആദ്യം അതൊന്നും വിഷയമല്ല എന്നൊക്കെ ഇവൻ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ വലിയ വിഷയമായി. അപ്പൊ 2022 ഏപ്രിലില് ഒരു മുത്തലാഖ് കേസ് വന്നു. ഇവര് സ്വന്തമായിട്ടൊരു ചെരുപ്പ് കട നടത്തുന്നുണ്ടായിരുന്നു ഈ നിക്കാഹിനൊക്കെ ശേഷം. ആ ചെരുപ്പ് കടയിൽ ചെന്നിട്ട് ഈ വരനും വരന്റെ ഉമ്മയും, വരനല്ല ഭർത്താവും ഉമ്മയും കൂടി ചെന്നിട്ട് തലാഖ് 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 നൂലിട്ട് പോയി. മുത്തലാഖ്. അപ്പൊ അതെ, അപ്പൊ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ പിരിയാണല്ലോ. നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തലാഖ് ചൊല്ലിപ്പോയി. പിന്നെ ഇത് കേസായി. അതിൻ്റെ FIRലെ വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നവരാത്രിക്ക്, അതുപോലെ നവരാത്രി പോലെയുള്ള ഹിന്ദു വിശേഷ ദിവസങ്ങളിൽ ഈ പൂർണിമയെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് പാചകം ചെയ്യിക്കും, എന്നിട്ട് നിർബന്ധിച്ച് തീറ്റിക്കുകയും ചെയ്യും എന്ന് അവർ പറഞ്ഞതായിട്ട് ആ FIRലുണ്ട്. അവർ 2022 ഈ കേസ് വരുന്നതിന് 8 വർഷം മുമ്പ്, അതായത് 2014 ഈ ലവ് ജിഹാദിൽ പെട്ട് ഓടിപ്പോവുക, വീട് വിട്ടിറങ്ങുകയാണ് ഇയാളുടെ കൂടെ. എന്നിട്ട് മധ്യപ്രദേശിലെ നർസിംഗ്പൂർ ജില്ലയിലെ കരേലി പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ FIR രജിസ്റ്റർ ചെയ്തത്. 2022 മാർച്ച് 25 ആണ് അത് സംഭവിച്ചത്. പൂർണിമ ദാനി എന്നാണ് ഈ ഹിന്ദു പട്ടികജാതി SC യുവതിയുടെ പേര്. 2014 ജൂലൈ 21 ഫറൂഖ് ഖാൻ എന്ന് പറഞ്ഞ മുസ്ലിം യുവാവിൻ്റെ കൂടെ ഇവരിറങ്ങി പോകുന്നത്. അപ്പോൾ 11 വർഷം പിന്നിട്ടു. അങ്ങനെ 2 കുട്ടികളുണ്ടായി. 2 കുട്ടികളും പെൺകുട്ടികളാണ്. 2 കുട്ടികൾ 5ഉം 3ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് അവർക്ക്. ഈ പറഞ്ഞ പോലെ മതം പ്രശ്നമില്ല എന്നൊക്കെ ഈ പ്രണയം ഭാവിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഉമ്മ ഷഹീദാൻ മതം മാറണം, അതായത് ഇങ്ങനെ നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ മുസ്ലിമാണ്, നീ ഇസ്ലാമിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിതമായി മതം മാറ്റത്തിന് അവർ പ്രേരിപ്പിച്ചു. പിന്നെ സ്ത്രീധനമായിട്ടൊന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ തുടങ്ങി. ബാപ്പ പീർ അലിയും ഇതിൻ്റെ കൂടെ നിന്നു. വിശേഷ ദിവസങ്ങളിൽ പീഡനം കൂടി, ബീഫ് പാചകം ചെയ്യുക, ബീഫ് തിന്നുക എന്ന് പറഞ്ഞിട്ട്. 2022 മാർച്ച് 24 കടയിലെത്തി ഈ ഉമ്മയും ഇയാളും കൂടി, ഫറൂഖ് ഖാനും കൂടി ആ കടയിൽ, ചെരുപ്പ് കടയിൽ ചെന്നിട്ട് തലാഖ് 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 എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. അപ്പോഴാണ് കേസ് കൊടുക്കുന്നത്. ഇങ്ങനെ ഹിന്ദു വിശേഷ ദിവസങ്ങളിൽ നവരാത്രി, പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് നിർബന്ധിച്ച് ബീഫ് പാചകം ചെയ്യിപ്പിച്ച് അത് തീറ്റിക്കുന്ന പരിപാടി മധ്യപ്രദേശിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ സാങ്കല്പിക കഥ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് 27-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. 2023 കേരള സ്റ്റോറി 1 വന്നിരുന്നത്. 2ന്റെ നിർമ്മാതാവ് ഒരാളാണ് വിപുൽ ഷാ.
സംവിധായകർ 2 പേരാണ്. അപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇത് വെറുപ്പ് പടർത്തുകയാണ് ചെയ്യുന്നത് ഈ സിനിമ വഴി. ഇതിൻ്റെ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് പറഞ്ഞിട്ടുണ്ട്, അത് പിണറായി വിജയന് സത്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇത്തരം കേസുകളിൽ FIR പ്രതിദിനം ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ കേരള സ്റ്റോറിയിലെ ഇരകളെ ക്യാമറയ്ക്ക് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പിണറായി വിജയൻ സത്യത്തിൻ്റെ നേരെ കണ്ണടക്കുകയാണ് എന്ന് സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് പറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുകയാണ്, എന്നിട്ട് നിർബന്ധിച്ച് മതം മാറ്റുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഡെമോഗ്രഫി ഇല്ലേ, ജനസംഖ്യ മാറിമറയുന്നു എന്ന് സംവിധായകൻ പറയുന്നു. ഇതിന് നേരെ, ഈ യാഥാർത്ഥ്യത്തിന് നേരെ നാം കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമാധാനം തകരും. പരമാധികാരം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകൾ പല ഇസ്ലാമിക കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹിന്ദു സംസ്കാരം, സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കണം. 15-20 കഥകൾ എടുത്തിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ പറഞ്ഞത് ഈ സെക്യുലർ ഫാബ്രിക്, മതേതരത്വം ഉണ്ടല്ലോ, ഇത് മൊത്തത്തിൽ ഈ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് സുദീപ് തോസൻ ആണ്. ആ സിനിമയ്ക്ക് 2 ദേശീയ അവാർഡ് കിട്ടി. ഈ കഴിഞ്ഞ മറ്റേ അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹൻ, 2 പുരസ്കാരങ്ങൾ കിട്ടി. ഈ അശുതോഷ് ഗുവാരിക്കർ സംവിധായകൻ, അധ്യക്ഷനായ ജൂറിയാണ് ഈ പുരസ്കാര ജേതാക്കളെയൊക്കെ നിശ്ചയിച്ചത്. അപ്പോൾ ഈ ട്രെയിലറിൽ കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലർ ഫെബ്രുവരി 17-ാം തീയതിയാണ് വന്നത്. 3 പെൺകുട്ടികളുടെ സമാന്തര കഥകളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്ന അടുത്ത 25 വർഷത്തിൽ ഇന്ത്യ ഇങ്ങനെ പോയാൽ ഒരു ശരീഅത്ത് രാജ്യമാവും, ഇസ്ലാമിക ഭരണമായിരിക്കും ഇന്ത്യയിൽ നടമാടുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിലെ 3 പെൺകുട്ടികളുടെ കഥയുണ്ടല്ലോ, ഹിന്ദു. ഒരെണ്ണം രാജസ്ഥാനിൽ 16 വയസ്സുള്ള ഒരു പോക്സോ കേസ് ഇരയുടെ കഥയാണ് പറയുന്നത്. 2ാമത്തെ കേസും മധ്യപ്രദേശിലാണ്. ഞാനൊരു ബീഫ് തീറ്റിക്കുന്ന കഥ ഇപ്പോൾ പറഞ്ഞല്ലോ. 3ാമത്തെ കേസാണ് കേരളത്തിൽ നടക്കുന്നത്. അതൊരു ലിവ് ഇൻ ബന്ധത്തിൻ്റെ കഥയാണ്. ലിവിങ് ടുഗദർ, എന്താണ്, സഹജീവിതം ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ മതം മാറാൻ ഈ മലയാളി പെൺകുട്ടി വിസമ്മതിക്കുന്നുണ്ട് നിർബന്ധിക്കുമ്പോൾ. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ആ കേരളത്തിൽ നിന്നുള്ള കഥയിൽ വരുന്നുണ്ട്. ഈ 3 പെൺകുട്ടികളെ അവതരിപ്പിക്കുന്നത് ഉൽക്ക ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഓജ എന്നീ നടികളാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 27-ാം തീയതി ഇത് പുറത്തിറങ്ങുന്നു. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, കഥകൾ, വാസ്തവം ആണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ കേരള സ്റ്റോറി 1 വന്ന സമയത്ത് ഇതിന് സമാനമായി വലിയ വിവാദങ്ങളൊക്കെ ആയി മാറി. പക്ഷേ സിനിമ ഒരുപാട് പേര് കണ്ട് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ സിനിമ 2 വരുമ്പോൾ, ഇതിൻ്റെ ട്രെയിലർ വരുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു അജണ്ട ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതിനെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇതിൻ്റെ അകത്ത് ഞാൻ ചോദിക്കട്ടെ, 3 ഹിന്ദു പെൺകുട്ടികളുടെ കഥയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതെ. ഇതിലൊന്നും ക്രിസ്ത്യൻ പെൺകുട്ടിയും കൂടി ആകേണ്ടിയിരുന്നില്ലേ? കേരള സ്റ്റോറി 1 പല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും പ്രദർശിപ്പിച്ചു. കേരള സ്റ്റോറി 1 പാലാ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചതായിട്ട് നമുക്കറിയില്ലേ? അതെ, ഇതൊരു ബോധവൽക്കരണമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ക്രിസ്ത്യൻ സമുദായവും ഇതിൻ്റെ അകത്ത് ഇരയുടെ സ്ഥാനത്തില്ലേ? പല സ്ഥലത്തും മലബാറിലും ഒക്കെ സംഭവിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ ആ താമരശ്ശേരി ഭാഗത്തും കണ്ട് സംഭവിച്ചില്ലേ ഒരെണ്ണം? വലിയ വിവാദമൊക്കെ ആയതല്ലേ? അപ്പോൾ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം പ്രീണനം, വോട്ട് ബാങ്ക് ആണല്ലോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അപ്പോൾ അവരെ പ്രീണിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് 5-6 വോട്ട് കിട്ടും എന്നുള്ള ധാരണയിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.